മിക്ക റിലേഷൻഷിപ്പിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല റിലേഷൻഷിപ്സും എൻഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ഫൈറ്റ് കാരണമായിരിക്കില്ല. ഓവർ ദ ടൈം ആ റിലേഷൻഷിപ്പിൽ അതിലുള്ള പാർട്ട്നേഴ്സ് തമ്മിൽ ലിസൺ ചെയ്യാതിരിക്കുമ്പം അല്ലെങ്കിൽ തമ്മിൽ മനസ്സിലാക്കാതെ മെല്ലെ മെല്ലെയാണ് ആ റിലേഷൻഷിപ്പ് ഇല്ലാതാവുന്നത്. അതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് ആയിരിക്കില്ല. പലപ്പോഴും സ്ലോലി റിലേഷൻഷിപ്പിൽ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളത് അഡ്രസ്സ് ചെയ്യാതെ ബൈ ദ എൻഡിലേക്ക് വരുമ്പം പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് ഇല്ലാതാവുന്നതായിട്ട് നമ്മൾ കാണാറ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പലപ്പോഴും ആൾക്കാർ റിലേഷൻഷിപ്പിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരിക, ഞാൻ നന്നായി സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ടോക്ക് അല്ലെങ്കിൽ സംസാരം എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സംസാരിക്കുകയല്ല, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ തുറന്നു പറയുക, അപ്പുറത്തെ വ്യക്തിയും കാര്യം തുറന്നു പറയുക, അവിടെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ലിസൺ ചെയ്ത് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണ്ട റെസ്പോൺസും അതുപോലെ തന്നെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാനൽ പ്രോപ്പറായിട്ട് നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവർ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും അസ്യൂം ചെയ്യും. ഓക്കെ, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല, അപ്പോൾ എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ചിലപ്പോൾ അവർ ടയേർഡായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഊഹിക്കും, അതായത് അസ്യൂം ചെയ്തെടുക്കും. അതിൻ്റെ അപ്പുറമായിട്ട് പല ഇമോഷൻസ് നമ്മൾ മിസ്റീഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വിഷമം എന്ന് പറയുന്നത് ദേഷ്യമായിട്ട് നമുക്ക് തോന്നാം, ദേഷ്യം എന്ന് പറയുന്നത് വിഷമമായിട്ട് തോന്നാം. അങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്ത് റിലേഷൻഷിപ്പിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പല ക്യൂസും ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു റെഡി ആയിട്ട് മനസ്സിലാക്കാനോ റീഡ് ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനോ പറ്റാതായോ. എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കുന്നത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായി കേൾക്കുക, അവരുടെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണേ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷേ പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ കാണുന്ന ഒരു കാര്യമാണ് പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വേർഡ്സ് മാത്രമല്ല അവിടെ മുന്നോട്ട് വരുന്നത്, നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവും, ടോൺ ഉണ്ടാവും, നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള ഗെസ്റ്റേഴ്സ് ഉണ്ടാവും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് പറയുന്ന ആ വേർഡ്സിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പം അതിൻ്റെ ബാക്കിൽ ഒരുപാട് മീനിങ്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന പല സാധനങ്ങളും നമ്മൾ മിസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് പിന്നെ ലീഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും കോൺഫ്ലിക്റ്റിലേക്കും റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫീലിംഗ് അൺഹേർഡ് ആണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ പാർട്ട്ണർ കേട്ടിരുന്നു എന്ന് വിചാരിച്ച് അവിടെ ഞാൻ ഹേർഡായി ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മാത്രം അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല അല്ലേ. ആ ഒരു കാര്യം കേട്ട് അതിന് വേണ്ടി ഒരു ആക്ഷൻ വേണം, എനിക്കൊരു വർത്ത് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞ റീസൺ കാരണം, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാരണം ആൾ എൻ്റെ കൂടെ കുറച്ചുകൂടി നേരെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കി എനിക്ക് വേണ്ട ഒരു റെസ്പോൺസ് തരുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഹേർഡായിട്ട് ഫീൽ ചെയ്യുക. പല റിലേഷൻഷിപ്പിലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ്ലി അവിടെ വാല്യൂഡ് ആണെന്നോ ഹേർഡായിട്ടോ ഫീൽ ചെയ്യാത്ത സമയത്ത് പിന്നീട് ആ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടാനും അത് ചാൻസസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവാലിഡേഷൻ ആണ്. പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഒരാൾ നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഹേർട്ടായി, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നോട് സംസാരിച്ച രീതി ഹേർട്ടായി എന്ന് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അപ്പം നീ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസ് പിന്നെ അതിന് മാത്രമൊന്നുമില്ല, നീ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ്, ഇതിന് വലിയ വിഷയമാണോ ഇത്, വിട്ടുകള എന്നുള്ള രീതിയിൽ എൻ്റെ ഫീലിംഗ് ഒന്നുമല്ല, അല്ലെങ്കിൽ അതിനൊരു വിലയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ഗെയിം കിട്ടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറഞ്ഞു, എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് ഇതിന് മാത്രം ഇപ്പോൾ സന്തോഷിക്കാൻ എന്താ ഉള്ളത്, വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയൊക്കെ മിനിമൈസ് ചെയ്യുക. അതൊന്നും വാലിഡ് അല്ല, ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് നമ്മൾ ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിസെൻമെൻ്റ് ആണ്. നമുക്ക് ആഗ്രഹമുള്ള എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഹേർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ്ലി അവിടെ നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓവർ ദ ടൈം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുന്നൊരു കാര്യമാണ് റിസെൻമെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ആംഗ്രി ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ബിറ്റർനെസ് ആവാം, അല്ലെങ്കിൽ അവിടെ ഒരു പ്ലഷറബിൾ ആയിട്ടൊന്നും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് ഇത് എത്തിക്കും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. ഓവർ ദ ടൈം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡപ്പ് ചെയ്താണ് ഈ റിസെൻമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്.
അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് പാറ്റേൺ ആണ്. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഹേർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല. മെല്ലെ മെല്ലെ ഒരു റിസൻമെൻറ്റ് നമ്മളെ മൈൻഡിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് നമ്മളെ ടോളറൻസ് ലെവലും വളരെയധികമായിട്ട് കുറയും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും. വലിയ വലിയ കോൺഫ്ലിക്ട്സിലേക്ക് അത് മുന്നോട്ട് പോകും. ആ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും റിസോൾവ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ അതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുമായിരിക്കും. ഓവർ ദ ടൈം കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഒരു റെഗുലർ റൊട്ടീനായിട്ട് തന്നെ ലൈഫിലേക്ക് മാറുന്നതായിട്ട് കാണാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു റിലേഷൻഷിപ്പിൽ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരാളോട് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പുറത്തെ വ്യക്തിയോട് സംസാരിക്കുക, നമ്മൾ സംസാരിക്കുക, പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് മേലെ വർക്ക് ചെയ്യുക, കൂടുതലായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ ആക്റ്റീവായി ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ഇമോഷൻസ് എന്താണ്, ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ നീഡ്സ്, വോൺസ് എന്നുള്ള കാര്യങ്ങൾ രണ്ടുപേരും ഈക്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മെല്ലെ മെല്ലെ കുറഞ്ഞ് നമുക്ക് പിന്നെയും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഈ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്തിട്ടും അതിലൊരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഇഫ് യു വോണ്ട് ടു വർക്ക് ഓൺ ദ റിലേഷൻഷിപ്പ്, ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കപ്പിൾ തെറാപ്പി തന്നെയായിരിക്കും. കൂടുതലായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയൊക്കെ വരുന്നു, എങ്ങനെ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിലേഷൻഷിപ്പിനെ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്ന് മനസ്സിലാക്കാനും ഗൈഡ് ചെയ്യാനും ഒരു കപ്പിൾ തെറാപ്പിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ഒപ്പത്തിൽ കപ്പിൾ തെറാപ്പി അവൈലബിൾ ആണ്. അങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തി ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ടീം ഓഫ് സൈക്കോളജിസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൻ്റെ അസസ്മെൻറ്റ് ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഫോർ മോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് കോണ്ടന്റ്, സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.